നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യ വെള്ളം നൽകാൻ തയ്യാറായില്ലെങ്കിൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം അർഹമായ വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയാണ് വ്യക്തമാക്കിയത്. പാക് പാർലമെന്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യക്ക് രണ്ട് സാധ്യതകളാണുള്ളത്. നീതിപൂർവം വെള്ളം പങ്കിടുക, അല്ലെങ്കിൽ 6 നദികളിൽ നിന്നും ഞങ്ങൾക്കാവശ്യമായ വെള്ളം ഞങ്ങൾ എടുക്കും. സിന്ധു നദീജല കരാർ അവസാനിച്ചുവെന്ന ഇന്ത്യയുടെ അവകാശവാദം നിയമവിരുദ്ധമാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും ബാധിക്കുന്ന വിഷയമാണിതെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. അതേസമയം സിന്ധു നദീജല കരാർ ഒരു കാരണവശാലും പുനഃസ്ഥാപിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസവും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം. ഇന്ത്യയും പാകിസ്ഥാനും തീവ്രവാദത്തിനെതിരെ ഏകോപനം നടത്തി ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും സംഘർഷം രൂക്ഷമാകുമെന്നും ഭൂട്ടോ പറഞ്ഞു. ഇന്ത്യ ഭീകരവാദത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഫ്രണ്ടിൽ പാകിസ്ഥാന്റെ നേട്ടങ്ങൾ തടയാൻ ഇന്ത്യ നയതന്ത്രപരമായ നീക്കം നടത്തി. FATF ഗ്രേ ലിസ്റ്റിൽ നിന്ന് വൈറ്റ് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ മാറിയ സമയത്താണ് തെറ്റായ വിവരങ്ങളും നയതന്ത്ര സമ്മർദ്ദവും ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് വലിച്ചിടാൻ ശ്രമം നടത്തിയതെന്നും ബിലാവൽ ഭൂട്ടോ ആരോപിച്ചു. 2 ദിവസം മുൻപാണ് സിന്ധു നദീജല കരാർ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും കരാറിലെ നിബന്ധനകൾ ലംഘിച്ച പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും അമിത്ഷാ പറഞ്ഞത്. പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കരാർ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല. അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല. എന്നാൽ മരവിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുമുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഉടമ്പടിയെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ അത് ലംഘിക്കപ്പെട്ടാൽ അതിന് നിലനിൽപ്പില്ലെന്നും അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്.